സംസ്ഥാനത്തെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ആക്രമണത്തിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ പോലീസ്. പിടിയിലായ എല്ലാ പ്രതികളുടെയും ഫോൺ രേഖകൾ പരിശോധിക്കാനാണ് നീക്കം. ആക്രമണം തടയാൻ ശ്രമിച്ച പോലീസുകാരെ ആക്രമിച്ച കേസിൽ SFIയുടെ ജില്ലാ പ്രസിഡന്റ് നൽകിയ ജാമ്യാപേക്ഷ തള്ളി. ഗുരുതര കുറ്റകൃത്യമാണ് നടന്നത് എന്ന് മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി ഹരിമോഹൻ ചേരുകയാണ്. ഹരി, ഗൂഢാലോചന കൂടി അന്വേഷിക്കാനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ഫോൺ രേഖകളടക്കം പരിശോധിക്കാനുള്ള നീക്കവുമുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന്. മധു, തുടക്കത്തിൽ ഒരു ഗൂഢാലോചന സംശയിച്ചിരുന്നില്ല. പക്ഷേ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തപ്പോൾ 26 പ്രതികൾ വരെ പിടിയിലായപ്പോഴാണ് ഇതിനകത്ത് ഗൂഢാലോചനയുണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തുകയും ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തത്. തിരുവനന്തപുരം കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്, 30 അംഗ സംഘമാണ് ഇനി മുതൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസും അന്വേഷിക്കുക. നിലവിൽ 26 പേർ, അതിൽ ഏറ്റവും അവസാനം അറസ്റ്റിലായത് SFI ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലാണ്. ഇപ്പോൾ നിലവിൽ പോലീസ് പറയുന്നത് അന്ന് ഇവിടെ പ്രതിഷേധം രൂപപ്പെട്ടതും 8 മണിക്കൂറോളം കഴിഞ്ഞ ED ഉദ്യോഗസ്ഥർ പുറത്തേക്കിറങ്ങുമ്പോൾ അവിടെ ഒരു സംഘർഷത്തിന്റെ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയതിലും മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തി ആ നേതാക്കൾ ആരെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, ഗൂഢാലോചന തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെയും കേസെടുക്കാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അതേസമയം ഇപ്പോൾ സൂചിപ്പിച്ച 26ാമത്തെ പ്രതിയായി SFI ജില്ലാ പ്രസിഡന്റ് വിജയ് വിമൽ വന്നിരുന്നു. ആ വിജയ് വിമലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുന്നു. ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ വിജയ് നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. അതായത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കണ്ണിന്റെ കാഴ്ച വരെ, പോലീസ് ഉദ്യോഗസ്ഥന്റെ കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടേനെ എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. മാത്രമല്ല വലിയ രീതിയിലുള്ള സംഘർഷം അത് സംസ്ഥാനത്തുടനീളം അതൊരു അക്രമ പരമ്പര എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതാണ് പോലീസ് തടയാൻ ശ്രമിച്ചത് എന്നുള്ളതടക്കമുള്ള ഗുരുതര നിരീക്ഷണങ്ങളോടുകൂടിയാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. മാധു. ശരി ഹരി, എന്തായാലും ED ഉദ്യോഗസ്ഥർ ഇവിടെ റെയ്ഡിനെത്തിയപ്പോൾ അവർക്കെതിരെയുണ്ടായ ആക്രമണവും പോലീസിനെതിരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന കൂടി അന്വേഷിക്കാനുള്ള തീരുമാനമാണ് പോലീസ് എടുത്തിരിക്കുന്നത്.